എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും. യഹൂദാ ഗോത്രത്തിൻ സിംഹമേ, എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും. യഹൂദാ ഗോത്രത്തിൻ സിംഹമേ, ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാ യോഗ്യനാ. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാ യോഗ്യനാ. സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമിത്, സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമിത്. സിംഹാസനത്തിന്റെ നടുവിലും മുപ്പന്മാരുടെ നടുവിലും, സിംഹാസനത്തിന്റെ നടുവിലും മുപ്പന്മാരുടെ നടുവിലും കാണാമൊരു കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. കാണാമൊരു കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. നാട്ടിലെ ഉണർവ് പൂവാറിൽ ഓഗസ്റ്റ് 12 വൈകുന്നേരം 6:30 മുതൽ. സ്ഥലം ശ്രുതി ഓഡിറ്റോറിയം, പൂവാർ. TV പ്രേക്ഷക സംഗമം പാലക്കാട് ഓഗസ്റ്റ് 14 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. സമൃദ്ധിയുടെ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് 15 എറണാകുളത്ത് രാവിലെ 10:30 മുതൽ. ബ്രദർ ജോൺ താരുവും സിസ്റ്റർ സോളി ജോൺ എന്നിവർ ശുശ്രൂഷിക്കുന്നു. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തൊക്കെ അനുഭവിക്കുവാനായി കഴിയും? പലപ്പോഴും ആത്മീയ അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് അറിവില്ലാത്തവരാണ്. ഇത് എനിക്ക് ലഭിക്കുമോ എന്ന് ചിന്തയിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. എന്നാൽ യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് സകല ആത്മീയ അനുഭവങ്ങളും അനുഭവിക്കുവാനായി കഴിയുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി ദൈവരാജ്യത്തിലാണ് ആയിരിക്കുന്നത്. ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിലെ സകല അനുഭവങ്ങളും അനുഭവിക്കുവാനായി കഴിയും. ദൈവരാജ്യത്തെ കാണുവാനായി കഴിയും. ദൈവരാജ്യത്തിലായിരിക്കുന്ന അനുഭവങ്ങളെ കാണാനും കേൾക്കാനും അത് അനുഭവിക്കുവാനും വേണ്ടിയിട്ടാണ് ക്രിസ്തു നമ്മളെ അവൻ്റെ രാജ്യത്തിലാക്കിയത്. ഹല്ലേലൂയ. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ പുതിയ അനുഭവങ്ങളെ ആഗ്രഹിച്ചാട്ടെ, അതിനെ കണ്ടാട്ടെ, ആത്മശബ്ദത്തെ കേട്ടാട്ടെ, സകല ആത്മീയ അനുഭവങ്ങളും അനുഭവിച്ചാട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. നിക്കോദീമോസിനോട് കർത്താവ് ഒരു വാചകം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ വാക്യം. യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ എന്ന് പറഞ്ഞ ആ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന എങ്കിൽ പുതുതായി യേശുവിനെ ആരെങ്കിലും സ്വീകരിക്കുന്നില്ല എങ്കിൽ, യേശുവിനെ ആരെങ്കിലും ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ എവിടേക്ക് വരാൻ പറ്റത്തില്ല? ദൈവരാജ്യത്തിനകത്തേക്ക് വരാൻ പറ്റത്തില്ല. ഞാനിത് ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കാവേ. ജീസസ് ആൻസേർഡ് ഹിം ആൻഡ് അഷ്യൂർ യു ആൻഡ് മോസ്റ്റ് സോളംലി സേ ടു യു, അൺലെസ് എ പേഴ്സൺ ബോൺ അഗെയിൻ, hallelujah, he cannot see and experience the kingdom of God. അവിടെ സീന്ന് മാത്രമല്ല എഴുതിയിരിക്കുന്നത്, കാണാൻ കഴിയാന്ന് മാത്രമല്ല, അനുഭവിക്കാൻ കഴിയത്തില്ലെന്നാ. നിങ്ങൾ തിരിച്ചൊന്ന് വരാം. അതേപോലെ എല്ലാവരും വരാം. ഓടിയോ നോക്ക. ഇയാൾ പിശാചിന്റെ പിടിയിൽ നിന്ന് എവിടേക്ക് വരുവോ? ദൈവരാജ്യത്തിലേക്ക് വരുവോ? നിങ്ങളെന്താ അനങ്ങാത്ത? എന്താ ഈ രാജ്യം
എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രാജ്യം, അനുഭവിക്കാൻ കഴിയുന്ന രാജ്യമാണ്. ഏയ്, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. അങ്ങോട്ട് പോയത് തന്നെ പിശാചിന്റെ രാജ്യത്തിലെ പ്രത്യേകത രോഗങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, പ്രശ്നങ്ങളാണ് ആ രാജ്യത്തിലെങ്കിൽ ഈ രാജ്യത്തിലെ പ്രത്യേകത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ, ദൈവമഹത്വത്തിനുള്ള സകലതുവാ. എന്ന് പറഞ്ഞാൽ ഇത് അനുഭവിക്കാൻ കഴിയുന്നതാണെന്ന്. നിങ്ങൾ ആരെങ്കിലും പുതുതായി ജനിച്ചാൽ എന്ന് പറഞ്ഞാൽ യേശുവിനെ അക്സെപ്റ്റ് ചെയ്താൽ ആ ദിവസം മുതൽ കാണാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. കാണാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. തുള്ളിച്ചാടി ആമേൻ പറ. ഭയങ്കരം. അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് പറ, ഭയങ്കരമായി ഇത് എന്ന് പറഞ്ഞ ഇത് കാണാൻ കഴിയും. ഓ, അത് വിശദീകരിച്ച ഇന്ന് തീരത്തില്ല, അടുത്ത ആഴ്ച ഒന്ന് പറഞ്ഞേ. കാണാൻ കഴിയും. അപ്പൊ കിങ്ഡം ഓഫ് ഗാഡ് എന്ത് ചെയ്യാൻ പറ്റും? ഏത് കണ്ണുകൊണ്ട് കാണാൻ പറ്റും? സാത്താന്റെ ലോകം എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ലോകത്തിലെ കാര്യങ്ങൾ കാണാം, പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും സാത്താന്റെ ലോകം കണ്ടിട്ടുണ്ടോ? പിന്നെങ്ങനെയാ സ്പിരിച്വൽ ലോഡ്, യേശുവിന്റെ ലോകം കാണുന്നേ? പക്ഷെ വേദപുസ്തകം പറയാം, ആരെങ്കിലും രക്ഷിക്കപ്പെട്ടാൽ, യേശുവിനെ സ്വീകരിച്ചാൽ അന്ന് മുതൽ ആ ലോകം കാണാൻ പറ്റുമെന്ന്. അടുത്തിരിക്കുന്ന ഒരാളുടെ കൈ പിടിക്ക്, എന്നിട്ട് പറ, ഇത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് എനിക്കത് അനുഭവിക്കാൻ പറ്റും. ഓ, ദൈവരാജ്യ അനുഭവങ്ങൾ കാണുക, ദൈവരാജ്യ അനുഭവങ്ങൾ കാണുക. കമോൺ, എന്റെ കൂടെ ഇല്ല നിങ്ങള്? കാണണം. ദൈവരാജ്യം എന്നത് കാണാനും അനുഭവിക്കാനുമുള്ളതാണ്. കാണണം, കാണണം, കാണണം. ഉറക്കെ ഉറക്കെ ഉറക്കെ. കാണണം, അനുഭവിക്കണം. കാണണം, അനുഭവിക്കണം. പക്ഷെ പിശാച് നമ്മളെ കളിപ്പിച്ചു. ഭയങ്കര സെൻസിറ്റീവ് ആയ സ്ഥലം പറയാൻ പോവാ. പിശാച് നമ്മളെ കളിപ്പിച്ചു. എന്നാന്നറിയോ? ഇവിടേക്ക് വരുമ്പോ നമ്മൾ പറയും, ഇവിടെ നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല, സ്വർഗം ഉണ്ടാകും. എന്നെ പിശാച് കളിപ്പിച്ച എന്തുവാ? ഇവിടെ ഒരു അനുഭവം നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് വരാം, കഷ്ടത വരാം, വേദന വരാം, രോഗം വരാം, ദാരിദ്ര്യം വരാം. ഇവിടെ പഴയ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എങ്ങനെയാണോ അതിന് ശേഷം അതുപോലെ തന്നെ തുടരാം. പക്ഷെ സ്വർഗം കിട്ടും. എന്തുറപ്പ്? അടുത്തിരിക്കുന്നവരോട് ചോദിക്കുക, എന്തുറപ്പ്? അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒരു വ്യത്യാസം അറിയാനില്ല, പിന്നെ അങ്ങോട്ട് പോകുന്ന എന്തുറപ്പ്? പറ. ചോദിച്ചോ, ഒരു കുഴപ്പമില്ല. എന്നെ കാണുന്ന യൂട്യൂബിൽ കാണുന്നവർ എന്നെ കൊല്ലം വരുമായിരിക്കും, എനിക്കത് വലിയ കാര്യമൊന്നുമില്ല. അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് ചാടിയിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. എന്താ? പക്ഷേ വേദപുസ്തകം പറയുന്നത് ആ രാജ്യത്തുനിന്ന് ഈ രാജ്യത്തിൽ വന്ന കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. കൂടെ ഉണ്ടെങ്കിൽ പറ. ചില ആളുകൾ പറയത്തില്ലേ, ആരോ ഒരാൾ എന്നെ കെട്ടിപ്പിടിച്ച പോലെ തോന്നുന്നു. അനുഭവിക്കുക. എൻ്റെ ബന്ധുവായ ഒരു പെങ്കൊച്ചെ ദുബായിലുണ്ട്. അവള് പറയുക, അവളുടെ ശരീരത്തിൽ ആരോ വന്നിട്ട് ഇങ്ങനെ തട്ടി. തിരിഞ്ഞു നോക്കിയപ്പോൾ ആളെ കാണാനില്ല. വീണ്ടും പ്രാർത്ഥിക്കുക. ആള് വന്ന് വീണ്ടും തട്ടി. തിരിഞ്ഞു നോക്കി, ആളെ കാണാനില്ല. വീണ്ടും തട്ടി. അവള് മേടിച്ചു പോയി. പക്ഷെ അതിന്റെ നടുവിൽ അവള് സൗഖ്യമായി. വേറെ ആള് പറയുക, കഴിഞ്ഞ ദിവസം മീറ്റിംഗ് കഴിഞ്ഞിട്ട് വളരെ ക്ഷീണിച്ചു പോയി കിടന്നു. ആരൊരാള് കൈ കൊണ്ടങ്ങ് താങ്ങി എടുത്തു. ഏകദേശം 1 മണി വരെ ആരുടെയും മടി കിടന്ന് തുടങ്ങിയത്. എക്സ്പീരിയൻസ്. ഞാനിത് പറയുമ്പോ ചിലർ ഇന്ന് രാത്രിയിൽ അത് അനുഭവിക്കാൻ പോവാ, ചില ഈ പകൽ അത് അനുഭവിക്കാൻ പോവാ. Something is going on. ചിലര് പറയുന്നു, ബ്രദറെ എന്റെ ദേഹത്തൊരു വിറയിൽ വന്നു. ചിലര് പറയുന്നു, ദേഹത്തൊരു ശക്തി വന്നു. അനുഭവിക്കാം. ഞാൻ സഭയോടൊരു ദൂത് പറയുക, ഈ പകൽ മുതൽ ചിലരെ ദൈവം അനുഭവങ്ങളിലേക്ക് കടത്തുകയാ. You are getting into another experience. Come on, come on, come on. യേശുവേ ഉറക്കെ വിളിക്കേ. ആമേൻ പറ.
സങ്കടത്തോടെ ആണെങ്കിലും വിഷമത്തോടെ പറയട്ടെ, രണ്ടും ഒന്ന് തന്നെ കേട്ടോ. അടുത്തിരിക്കുന്ന ആളോട് പറയാം, അനുഭവം ഇല്ലാത്ത ക്രിസ്ത്യാനി എനിക്ക് വിശ്വാസമില്ലെന്ന് പറ. അത്ഭുതമില്ലാത്ത ക്രിസ്ത്യാനിയെ വിശ്വാസമില്ല. കാരണം ഇതിനകത്തേക്ക് കയറിയ അനുഭവങ്ങൾ ഉണ്ടായേ ഒക്കത്തുള്ളൂ. ബി സീരിയസ്. നമ്മൾ ഏതിലേക്ക് വന്നേ ഒക്കുള്ളൂ? കാണാൻ കഴിയും എന്ന് പറഞ്ഞ അന്ന് മുതൽ എൻ്റെ ആകം കണ്ണ് കാണാൻ തുടങ്ങും, കാണാൻ തുടങ്ങും, കാണാൻ തുടങ്ങും. എഴുതിയിരിക്കുക, കാണാൻ തുടങ്ങും. അനുഭവിക്കാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. ആ വാക്യത്തിൽ 2 മിനിറ്റ് കൂടെ നിന്നോട്ടെ. യേശു പറയുക, ആരെങ്കിലും ജനിച്ചാൽ അവർക്ക് ദാനം കാണാൻ പറ്റും. കണ്ണ് തുറക്കാൻ പ്രാർത്ഥിക്കണോ? എടേ, കണ്ണ് തുറക്കാൻ പ്രാർത്ഥിക്കണോ? എന്തുകൊണ്ട് വേണ്ട സാർ? എന്തുകൊണ്ട് വേണ്ട? ആരെങ്കിലും ഇതിനകത്ത് കയറിയാൽ അയാളെ കണ്ണ് തുറക്കുകയാണ്. ജോൺ ദാരു ബ്രദറിന്റെ സ്പെഷ്യൽ ബ്ലെസ്സിങ് വേണ്ട. ആരെങ്കിലും യേശുവിനെ അക്സെപ്റ്റ് ചെയ്താൽ ആ സമയം അയാൾക്ക് ആ രാജ്യത്തിനകത്ത് കയറി ഈ രാജ്യത്ത് നടക്കണമെങ്കിൽ വേറെ കണ്ണു വേണം. ഭയങ്കരമല്ലേ? നമ്മൾ പറയുന്നത് എനിക്ക് വെളിപ്പാടില്ല, എനിക്ക് വിവരക്കേട് പറയാതെ നമുക്കിത് മനസ്സിലാകാത്തത് കൊണ്ടാ പിശാച് ഇത്രയും നാൾ കളിപ്പിച്ചേ. വേദവസം പറയുന്നത്, ന്യായപ്രമാണത്തിൽ നിന്ന്, കല്ലിലെഴുതിയ കൽപ്പനകളിൽ നിന്ന് ഞാൻ നീങ്ങിയിട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എൻ്റെ മുകളിൽ കിടക്കുന്ന വെയിൽ എന്ത് പറയാൻ എന്ത് പറയുന്നേ, മൂടുപടം നീങ്ങി പോകും. അടുത്തിരിക്കുന്ന ആളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് പറ, മോളെ, നിന്റെ മുകളിലുള്ള എല്ലാ മൂടുപടവും നീങ്ങി, ഇനി ഒന്നും കാണാതിരിക്കത്തില്ല, സകലരും കാണാം. കണ്ണിന്റെ മുകളിലുള്ള മൂടുപടം നീങ്ങി, കണ്ണിന്റെ മുകളിലുള്ള മൂടുപടം നീങ്ങി. When I enter to the kingdom, ഈ ആദാമിന് ഹവ്വയ്ക്കും ആകത്തൊരു കണ്ണുണ്ടായിരുന്നു. ഈ സാധനം കാണാൻ ഉപയോഗിച്ചിരുന്നതല്ല, അതൊരു വിൻഡോ ആയിരുന്നു, ജനലയായിരുന്നു. ഇതിലൂടെയാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്. കുറച്ച് കട്ട് ചെയ്യാം, അടുത്ത ആഴ്ച പറയാം, കുറച്ച് നേരം എടുത്ത് പറയാം. പോരെ? പുള്ളിക്ക് രണ്ടുപേർക്കും കണ്ണുണ്ടായിരുന്നു, പക്ഷെ കണ്ടുകൊണ്ടിരുന്ന ഏതിലെയാ? ഇതിൽ നിന്ന് സ്പിരിറ്റാ കണ്ടുകൊണ്ടിരുന്നത്. ഈ സാധനം ചത്തതോടുകൂടി കണ്ണ് കാണാൻ തുടങ്ങി. കിങ്ഡത്തിലേക്ക് വരുമ്പോ കണ്ണിന്റെ ബലം കഴിഞ്ഞു, ആകം കാണാൻ തുടങ്ങും. എന്തൊക്കെയോ ഇദ്ദേഹം പറയുന്നു എന്ന് ചിന്തിക്കുന്ന കുറച്ചു പേരെങ്കിലും ഇവിടെ കാണും. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തതിലേക്ക് തിരിച്ചു വരാം. ഒന്ന് കൈ അടിച്ചൊരു ആമീൻ പറഞ്ഞ്. പക്ഷെ ഒരു കാര്യം മനസ്സിലായി. ജിജോ ഒന്നും കൂടെ പോയാനോളെ. പിശാചിന്റെ പിടിയിലായിരുന്നു ആര്? ഈ ആള്. വന്നേ, ദൈവത്തിലേക്ക് വന്നപ്പോ ഈ രാജ്യത്തിലെ സകലതും ഞാൻ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഒന്ന് ഉറക്കെ പറ, ദൈവരാജ്യത്തിലെ സകല അനുഭവങ്ങളും ഞാൻ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഒന്നും കൂടെ പറ. കാരണം ഞാൻ ദൈവരാജ്യത്തിലാണ്, ഞാൻ ഇതിനകത്താണ്, ഞാൻ ഇതിനകത്താണ്, ഞാൻ ഇതിനകത്താണ്, ഞാൻ ഇതിനകത്താണ്, ഞാൻ ഇതിനകത്താണ്, ഞാൻ ഇതിനകത്താണ്, എനിക്കുള്ളതാണ്, ഞാൻ ഈ രാജ്യത്തിനകത്താണ്. കാണുക, കേൾക്കുക, അനുഭവിക്കുക. കാണുക, കേൾക്കുക, അനുഭവിക്കുക. നിനക്ക് ദർശന വരം വേണം കേട്ടോ. ഇതിനകത്ത് കയറിയാലേ ദർശനമാ. നിനക്ക് പ്രവചന വരം വേണം കേട്ടോ. ഇതിനകത്ത് കയറിയാലേ അതാ. പ്രവചനത്തിന്റെ കുറച്ചും കൂടെ ആഴമേറിയ അനുഭവങ്ങളുണ്ട്, പക്ഷേ എല്ലാവർക്കും കാണാം, കേൾക്കാം. ഞാനൊരു പടിയും കൂടെ കയറിക്കോട്ടെ, നിങ്ങൾ എൻ്റെ ഒപ്പം എന്തോ യേശു. അപ്പൊ നിക്കോദീമോസിന് ഇത് മനസ്സിലായില്ല. അടുത്തിരിക്കുന്ന ആളോട് പറ, വീണ്ടും ജനിച്ച സ്വർഗരാജ്യം കാണാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് എന്ത് ചെയ്തില്ല?
പുള്ളിക്ക് മനസ്സിലായില്ലേ. പുള്ളി ചോദിച്ചു, ഇനി അമ്മയുടെ ഉദരത്തിൽ പോയിട്ട് വീണ്ടും ജനിക്കാൻ പറ്റുമോ? പുള്ളി ചോദിച്ച ചോദ്യമോ. അപ്പൊ യേശു എന്നെ മറുപടി പറഞ്ഞെന്നറിയോ? യേശു അതിന് പറഞ്ഞു, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ. വെള്ളത്താൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പറയാം. വെള്ളത്താൽ ജനിക്കുക, സ്നാനപ്പെടുകയാ. വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. സ്നാനപ്പെടാൻ ആഗ്രഹമുള്ളവർക്ക് വേഗം ചെയ്യാം. സ്നാനപ്പെടുകയും അടുത്ത വാക്ക് ആത്മാവിനാൽ ജനിക്കും കൂടെ ചെയ്യണം. ഭയങ്കര ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അടുത്തിരിക്കുന്ന ആളോട് ചെവിയിലോട്ടൊന്ന് പിടിച്ച് ഒരു ഭയങ്കര ഒരു കാര്യമാണ് പറയാൻ പോകുന്നതെന്ന് പറ എന്ന് പറഞ്ഞ ഇയാളുടെ ആത്മാവ് ജനിക്കണം. എങ്കിലേ ഈ രാജ്യത്തിനകത്തേക്ക് വരാനും പറ്റത്തുള്ളൂ, ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അടുത്ത പുറകോട്ട് പോയിരുന്നേ, ഒന്ന് ശ്രദ്ധിക്കൂ. ഇയാൾ എന്തു കുറിച്ച് കേട്ടു? യേശുവിനെ കുറിച്ച് കേട്ടു, ഒരു ഫലമില്ല. യേശു വിടുവിക്കുമെന്ന് അറിഞ്ഞു, ഫലമില്ല. ചിലപ്പോ ഇവിടെ വെച്ച്, പുറത്ത് വെച്ച്, ദൈവരാജ്യത്തിന്റെ പുറത്ത് വെച്ച് ഇയാൾക്ക് സൗഖ്യം കിട്ടാം. നിങ്ങൾ എന്താ ആമേൻ പറയാത്തെ? അതുകൊണ്ട് ഇതിനകത്ത് വരണ്ട, പുറത്തു നിന്നാലും സൗഖ്യം കിട്ടാം. നിങ്ങൾ പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് തന്നെ പോകാം. നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതിനെ തന്നെ ആരാധിക്കാം. ഇവിടെ വെച്ച് സൗഖ്യം കിട്ടാം. അയാൾ പറഞ്ഞു, ഞാൻ ഒരിക്കൽ അവിടെ പോയതാ, സൗഖ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പോകാറുണ്ടോ? ഇല്ല. പക്ഷെ വീണ്ടും ജനിക്കുക, ആത്മാവിൽ ജനിക്കുന്നയാൾ അകത്തു വരികയാ. ഇയാൾക്ക് ഒരു അനുഭവം അല്ല, ദൈവരാജ്യത്തിലുള്ള സകല അനുഗ്രഹങ്ങളും അയാൾ അനുഭവിച്ചേ പറ്റൂ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറ. ഇയാൾ എന്താ അനുഭവിച്ചേ ഒക്കത്തുള്ളൂ? ഏതെങ്കിലും ഒരു അനുഭവം അല്ല. ജസ്റ്റിനെ പറഞ്ഞേ, ഏതെങ്കിലും സകലതും എനിക്കുള്ളത്. ഉറക്കെ പറയുന്നില്ല, ബൈബിളാ പറയുന്നേ, സകലതും എനിക്കുള്ളത്. ഉറക്കെ പറ, സകലതും എനിക്കുള്ളത്. പറ, നിങ്ങൾ എത്ര പ്രാവശ്യം പറയുന്നു? ഒരു സൗഖ്യമല്ല, ഒരു വിടുതലല്ല, സമ്പത്തല്ല, ആരോഗ്യമല്ല, ആനന്ദമല്ല, വിജയമല്ല, സക്സസ് അല്ല, ഇതൊന്നുമല്ല, എല്ലാം എനിക്കുള്ളതാ. എവിടെ വന്നാലും അതുള്ളതാ. ഇൻ ദ കിങ്ഡം, ആത്മലോകത്തിലേക്ക് വരണം. അതിന് വേദപുസ്തകം വെച്ചു, ഒരു വ്യവസ്ഥ വെച്ചു. ഇതിനകത്ത് നിന്ന് ഇതിനകത്തേക്ക് കയറണമെങ്കിൽ ഒരു പാസ്പോർട്ട് എടുക്കണം. ഇതിനകത്ത് നിന്ന് ഇതിനകത്തേക്ക് കയറണമെങ്കിൽ ഒരു വിസ സ്റ്റാമ്പ് ചെയ്യണം. അത് ഇയാളുടെ നെറ്റിയിലാണ് സ്റ്റാമ്പ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആത്മാവികളെ നെറ്റി മുദ്രയിടും. മുദ്രയിട്ടാൽ ഇതിനകത്തേക്ക് കയറാം. പിന്നീട് ഇയാൾ ഈ രാജ്യത്തിന്റെ പ്രതിനിധിയാണ്. When you enter with the seal of God, from that day you are the citizen of the heaven. നമ്മളെ ദൈവരാജ്യത്തിലാണ് കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവരാജ്യത്തിലായിരിക്കുന്ന സകല അനുഭവങ്ങളും നമ്മൾ അനുഭവിക്കണം. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ അവിടെ ആക്കിയിരിക്കുന്നത്. നമ്മുടെ കണ്ണുകളെ തുറക്കാനിടയായി, നമ്മുടെ കാതുകളെ തുറക്കാനിടയായി. ആർക്കും കേൾക്കാത്ത ആ ദൈവിക ശബ്ദം എനിക്ക് കേൾക്കാനായി കഴിയും, ഗ്രഹിക്കാനായി കഴിയുന്നു. നമ്മുടെ കാഴ്ച അവൻ തുറക്കുവാനിടയായി. ആത്മലോകത്തുള്ള സകലതും അനുഭവിച്ചാട്ടെ, സകലതും കേട്ടാട്ടെ. കണ്ണുകൾ തുറന്നത് കണ്ടാട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദർ, ഈ ബ്രദറിന്റെ പേര് പ്രേമൻ എന്നാണ്. ബ്രദർ വരുന്നത് നെടുമങ്ങാട് നിന്നാണ്. ബ്രദർ പറയുന്നത് ബ്രദറിന് ഒരു അറ്റാക്ക് വന്നു. അതിനെ തുടർന്ന് 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് ആൻജിയോഗ്രാം ചെയ്തെന്നാണ് പറയുന്നത്. 5 ദിവസത്തോളം ICUയിൽ അഡ്മിറ്റ് ആയിരുന്നു. ബ്രദർ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇവരെ 10 ടെസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം ചെല്ലുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതിനെ തുടർന്ന് നമ്മുടെ ചർച്ചിൽ വന്നു പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ബ്രദർ പറഞ്ഞിരുന്നു അതെല്ലാം നോർമൽ ആയിട്ടുണ്ട്, പരിപൂർണമായി സൗഖ്യമായി എന്ന് പറഞ്ഞു.
വീണ്ടും ഇവർ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറയുന്നത് ആ ടെസ്റ്റുകൾ മുഴുവനും നോർമലായി, ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ലെന്നാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. എല്ലാം നോർമലായിരിക്കുവോ? ഇന്ന് വരെ ചെയ്തിട്ടുള്ള ടെസ്റ്റ് നോർമലാണ്. സന്തോഷത്തോടെ കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് സന്തോഷമെടുപ്പായിട്ട്. സീരിയൽ നമ്പർ KLM 79. ബ്രദർ ആന്റിയുടെ പേര് ഇന്ദിര എന്നാണ്. കല്ലുവാതുക്കൽ കാരംകോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. കല്ലുവാതുക്കൽ നിന്നാണ് വരുന്നത്. 6 മാസം മുൻപ് ഈ അമ്മയുടെ കണ്ണിന് തടിപ്പും വേദനയും ഉണ്ടായിരുന്നു. കണ്ണിന് തടിപ്പ്? എന്ത് കണ്ണിന് തടിപ്പും വേദന എന്ന് പറഞ്ഞാൽ എന്തു അമ്മേ? നെർവ്സിന്റെ ഒരു പൊക്കല് പോലെ, കണ്ണിനകത്ത് പൊക്കല് പോലെ ഒരു തടിപ്പ് വന്നു. കണ്ണിന്റെ പോളയ്ക്കകത്താണോ കണ്ണിനകത്താണോ? പോളയ്ക്കകത്ത്. ശരി, ഓക്കെ. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് നെർവ്സിലുള്ള പ്രശ്നമായിരിക്കാം എന്ന് പറഞ്ഞു. 3 മാസം കണ്ണിൽ മരുന്നൊഴിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് MRI സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ അമ്മ വിശ്വാസത്തോടെ ചർച്ചിൽ കടന്നു വന്നു. ആ ആഴ്ച മിറക്കിൾ സൺഡേ ആയിരുന്നു. ജോൺ ബ്രദർ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കി എന്നാണ് സാക്ഷ്യപ്പെടുന്നത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒന്ന് ചേർന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒന്ന് ശബ്ദം ഉയർത്തിക്ക് ഒരു നല്ല ആമേൻ പറഞ്ഞ്. അമ്മയ്ക്ക് അത് പരിപൂർണമായിട്ട് വന്ന് പ്രാർത്ഥിച്ചിട്ട് അന്ന് തന്നെ മാറിയോ? ആ തടിപ്പ് കംപ്ലീറ്റ് കണ്ണിൽ നിന്ന് മാറിപ്പോയി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. കർത്താവ് തന്ന അത്ഭുത സൗഖ്യത്തിന് നന്ദി പറഞ്ഞ് സന്തോഷമെടുപ്പായിട്ട്. ബ്രദർ, ഈ മോളുടെ പേര് ആഷിക. ഊരമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഈ മകൾ പറയുന്നത് കഴിഞ്ഞ 1 മാസം മുമ്പേ അതികഠിനമായ പനിയും ഛർദിയും തലവേദനയായിട്ട് ഭാരപ്പെട്ടു. ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് യാതൊരു കുറവും വന്നില്ല. ഡോക്ടേഴ്സ് പറഞ്ഞത് വൈറൽ ഫീവർ ആണ്, എത്രയും വേഗം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ യൂട്യൂബിൽ ബ്രദറിന് മെസ്സേജ് അയച്ച് പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ വോമിറ്റിംഗ് മാറിപ്പോയി, പനി മാറിപ്പോയി. ഇതൊക്കെ അനുഭവങ്ങളുണ്ടാവുന്ന നല്ല കാര്യമാണ്. സിസ്റ്റർ പേര് ലേഹ എന്നാണ്. ഊരമ്പ എന്ന സ്ഥലത്ത് നിന്നാണ് സിസ്റ്റർ വരുന്നത്. ഈ സിസ്റ്റർ ചെങ്ങന്നൂരാണ് താമസിക്കുന്നത്. ചെങ്ങന്നൂരാണോ? ശരി. വാടക വീട്ടിലാണ് സിസ്റ്റർ താമസിക്കുന്നത്. വാടക വീട്ടുകാർ ഈ മാസം പറഞ്ഞു 15-ാം തീയതിക്ക് മുന്നേ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്ന്. അങ്ങനെ സിസ്റ്റർ വളരെയധികം വിഷമത്തോടു കൂടെയാണ് നമ്മുടെ ചർച്ചിൽ കഴിഞ്ഞ ആഴ്ച കടന്നു വന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. സിസ്റ്റർ പറയുന്നത് തിങ്കളാഴ്ച അവർ വന്ന് പറഞ്ഞു ഇനി എത്ര ദിവസം താമസിച്ചാലും കുഴപ്പമില്ല. ബ്രദർ, കഴിഞ്ഞ 7 വർഷത്തോളമായിട്ടുണ്ടായിരുന്ന ബാക്ക് പെയിനിൽ നിന്നും കർത്താവ് വിടുവിച്ച ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് ഈ സിസ്റ്റർ നമ്മുടെ മുൻപിലായിരിക്കുന്നത്. സിസ്റ്ററിൻ്റെ പേര് ബെനീല, കളീക്കവിള എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുമാണ് വരുന്നത്. സിസ്റ്റർ കഴിഞ്ഞ 7 വർഷത്തോളമായിട്ട് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഡെലിവറിയെ തുടർന്നാണ് ഈ ബാക്ക് പെയിൻ ഉണ്ടായത്. ഇത് കാരണം ഒത്തിരി ജോലികൾ ചെയ്യാൻ പറ്റത്തില്ല, ഒത്തിരി സമയം ഇരിക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല. ഒത്തിരി പ്രയാസത്തിലൂടെ ആയിരുന്നു സിസ്റ്റർ പോയത്. എന്നാൽ കഴിഞ്ഞതിന് മുന്നത്തെ ആഴ്ച ബ്രദർ ഈ സിസ്റ്ററിനോട് അങ്ങോട്ട് ആലോചന പറഞ്ഞു. കർത്താവ് നിന്റെ ബാക്ക് പെയിൻ മാറ്റുന്നു എന്ന് പറഞ്ഞു. ഇന്ന് പകലിൽ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. സിസ്റ്റർ പറയുന്നത് 7 വർഷമായി താൻ അനുഭവിച്ച ആ പ്രയാസത്തിൽ നിന്നും കർത്താവ് പൂർണ്ണമായി വിടുവിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ബാക്ക് പെയിൻ എത്രത്തോളം സിവിയർ ആയിരുന്നു? ഇരിക്കാൻ പറ്റത്തില്ല, വേല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര വേദനയും തരിപ്പും മാറി. ഇരിക്കാൻ പറ്റത്തില്ല, ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് കുറച്ച് സിവിയർ അല്ലേ? ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. നാട്ടിലെ ഉണർവ് പൂവാറിൽ ഓഗസ്റ്റ് 12 വൈകുന്നേരം 6:30 മുതൽ. സ്ഥലം ശ്രുതി ഓഡിറ്റോറിയം, പൂവാർ. TV പ്രേക്ഷക സംഗമം പാലക്കാട് ഓഗസ്റ്റ് 14 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. സമൃദ്ധിയുടെ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് 15 എറണാകുളത്ത് രാവിലെ 10:30 മുതൽ. ബ്രദർ ജോൺ താരുവും സിസ്റ്റർ സോളി ജോൺ എന്നിവർ ശുശ്രൂഷിക്കുന്നു. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. ദൈവത്തിൻ്റെ രാജ്യത്തിൽ അവൻ നമ്മളെ ആക്കിയിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ആത്മലോകത്തിലായിരിക്കുന്ന സകല ആത്മാനുഭവങ്ങളും നമ്മൾ അനുഭവിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യണമെന്ന്. ഹല്ലേലൂയ. ഐ മീൻ, ആത്മീയമായ ചിലതിനെ ഗ്രഹിക്കാൻ കഴിയുന്നത് പോലെ നമ്മുടെ മുൻപിലായിരിക്കുന്ന ഭൗതിക ലോകത്തിലായിരിക്കുന്ന ചില കാര്യങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാനായി കഴിയും. ഇതാണ് നടക്കാൻ പോകുന്നത്, ഇതാണ് സംഭവിക്കാനായി പോകുന്നത്, നമ്മുടെ ചുറ്റുമായിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെയാണ്. ചിലതിനെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം അവൻ നമ്മുടെ കണ്ണുകളെ തുറന്നിരിക്കുകയാണ്. ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഒരാത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു സൂപ്പർ നാച്ചുറലായ ലൈഫിലേക്ക് അവൻ നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഹല്ലേലൂയ.
താങ്ക് യു ജീസസ്. ഐ മീൻ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയാണ്, ഞാൻ ദൈവരാജ്യത്തിലാണ്, അതെനിക്ക് അനുഭവിക്കണം എന്നുള്ള ആ ബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഏതിലാണോ ഞാൻ ബോധത്തോടായിരിക്കുന്നത്, ഐ മീൻ അതെന്നിൽ വെളിപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, ഇന്നെന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും കർത്താവെ ചില ആത്മീയ അനുഭവങ്ങൾ അനുഭവിക്കുന്ന വിധത്തിൽ, ആ നന്മകളിൽ ജീവിക്കുന്ന വിധത്തിൽ, കർത്താവെ ആത്മീയ ശബ്ദം കേൾക്കുന്ന വിധത്തിൽ, ആ ദൈവരാജ്യത്തെ കാണാൻ കഴിയുന്ന വിധത്തിൽ അപ്പോൾ ഇവർ ഓരോരുത്തരുമായി തീരട്ടെ. അപ്പോൾ ദൈവജനത്തിൽ നിന്നുള്ള അറിവ് ഇവരുടെ ഉള്ളിലുണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. ഈ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കുന്ന കർത്താവെ, കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കുന്ന കർത്താവെ. ഐ മീൻ വെള്ളയെന്ന് പറഞ്ഞാൽ ക്രീമിനോട് ചേർന്നൊരു കളറും അതോടൊപ്പം തന്നെ അതിൽ കറുത്ത പുള്ളിയുമുള്ള ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. ആ വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. തൻ്റെ ആത്മീയ ലൈഫിനെ കർത്താവ് റീസ്റ്റോർ ചെയ്യുകയാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഐ മീൻ അതേപോലെ തന്നെ ഒരു വ്യക്തി എനിക്ക് കാണാം, വലിയ മുഖക്കുരു വരുന്നത് പോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഐ മീൻ കുരുപ്പ് വന്നിട്ട് പ്രയാസത്തോടെ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ അപ്പാ, സൗഖ്യമുണ്ടാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഐ മീൻ വീണതിനെ തുടർന്ന് കൈ പൊക്കുവാൻ കഴിയാത്തൊരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ചലിക്കട്ടെ അപ്പാ. ഇന്ന് ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും കർത്താവിൻ്റെ കൃപയുണ്ടാകണം, സൗഖ്യത്തിൻ്റെ ശക്തി ചലിക്കണം. ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെ കർത്താവെ അവിടുന്ന് സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവിൻ്റെ നിറവിലും കൃപയിലും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.